ഗായ്സ്, പേര് പോലെ തന്നെ ലേസി ഗെയിമർ വീണ്ടും കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും വരുന്നത്. മടി കാരണമാണ്, വേറെ കാര്യമൊന്നുമില്ല. നമ്മളൊരു പുതിയ ഗെയിം നോക്കുകയാണ്. ഗ്രാൻഡ് ക്രിമിനൽ. എൻ്റെ കയ്യിൽ കുറേ നാളായിട്ട് കിടന്നൊരു ഗെയിമാണ്. ഇപ്പോൾ അപ്ഡേറ്റൊക്കെ വന്നിട്ടുണ്ട്. അതൊരു RPG ബേസ്ഡ് ഗെയിമാണ്. നമ്മുടെ സാൻ ആൻഡ്രിയാസൊക്കെ കാണുന്ന പോലത്തെ ഒരു ഗെയിം. അപ്പോൾ ഈ ഗെയിമിൻ്റെ ഒരു ട്രെയിലറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തുള്ള ട്രെയിലറാണ്. അപ്പോൾ എന്തൊക്കെയോ വലിയ 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 കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. നമ്മുടെ സാൻ ആൻഡ്രിയാസ് നമ്മുടെ കമ്പ്യൂട്ടർ കളിക്കുന്ന പോലെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ കളിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഗ്രാൻഡ് ക്രിമിനൽ ഓൺലൈൻ എന്നാണ് ഗെയിമിൻ്റെ പേര്. എൻ്റെ പോസ്റ്ററായിട്ടൊക്കെ വന്ന് പോയിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഞാനിത് കളിച്ച് നോക്കിയിട്ട് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടു. പിന്നെ കുറേ കാലം എൻ്റെ ഫോണിങ്ങനെ കിടന്നിട്ടൊക്കെയാണ്, ഞാൻ കളിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കളിച്ച സമയത്ത് നിങ്ങളുടെ അടുത്തൊന്ന് കൊണ്ടുവരാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. സമയമില്ലാത്തതുകൊണ്ടല്ല, വലിയ മടിയായതുകൊണ്ടാണ് ചെയ്യാത്തതുകൊണ്ട്. ഗെയിം ഓണായി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇനിയും കുറച്ച് MB ഡൗൺലോഡ് ആവാനുണ്ട്. അതിൻ്റെ പരിപാടി നടക്കുന്നത്. എന്തായാലും നമുക്ക് അതെല്ലാം കട്ട് ചെയ്ത് നേരെ ഗെയിമിലേക്ക് പോകാം. ഗ്രാൻഡ് ക്രിമിനൽ ഓൺലൈൻ എന്താ ഗെയിമെന്ന് നോക്കാം. ഇത് നമ്മുടെ ആൻഡ്രോയിഡ് ഗെയിം ടെസ്റ്റിംഗ് പാർട്ട് എത്രയാണെന്ന് അറിയത്തില്ല. 3 രൂപയൊക്കെ ആയിരിക്കും. ഇതിൽ കൂടുതലൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ക്യാരക്ടർ കൊടുക്കുകയാണ്. നീല് ഒക്കെ നല്ല അടിപൊളിയായിട്ടൊരെണ്ണം മുന്നേപ്പോലുള്ള നല്ലൊരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതൊന്നും ശരിയല്ല കേട്ടോ. ചൈനക്കാരൻ ഒരു അമേരിക്കക്കാരൻ ലുക്കൊണ്ട് എല്ലാ ലൈറ്റ് എന്നാൽ പിന്നെ നല്ലൊരെണ്ണം എടുത്ത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് ക്യാരക്ടറാണ് അത് ഇപ്പോഴത്തെ അതിൻ്റെ സ്റ്റൈലും കളറും ഒക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ വേൾഡിലേക്കാണ് നമ്മൾ കയറുന്നത്. നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈകളൊക്കെ കളിക്കുന്ന പോലെ കമ്പ്യൂട്ടറിൽ കളിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് മൊബൈലിൽ കളിക്കാൻ പറ്റുന്ന ഒരു RPG ഗെയിമാണ്. ഇതല്ല, ഇത് ഒരുപാട് RPG ഗെയിമുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണിത്, ഗ്രാൻഡ് ക്രിമിനൽ ഓൺലൈൻ എന്ന് പറഞ്ഞത്. നമ്മുടെ സാൻ ആൻഡ്രിയാസും വൈസ് സിറ്റിയൊക്കെ കളിക്കുന്ന പോലെ ഇരിക്കും. പക്ഷേ ഒരു GTA ലെവൽ പെർഫോമൻസ് കിട്ടുമെന്ന് വെച്ചാൽ കിട്ടത്തില്ല. ഇനിയിപ്പോൾ പേര് മാറ്റാനുള്ളൊരു സമയമാണ്. പേര് മാറ്റട്ടെ. നമ്മുടെ പേരാണ് രായപ്പൻ. രായപ്പൻ എന്നുള്ള പേരിൽ നമുക്ക് കളിക്കാം. ഇത് വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല. നമ്മുടെ രായപ്പൻ തെങ്ങുമൂടാണ്. ഏത് രായപ്പൻ തെങ്ങുമൂട്? നമ്മുടെ ഒരു സിനിമയുണ്ടല്ലോ, സിനിമയുടെ പേര് മറന്നു വന്നത് മുകേഷും ഒക്കെയുള്ളൊരു സിനിമയുണ്ടല്ലോ, ആ സിനിമ രായപ്പൻ തെങ്ങുമൂടാണ്. വേറെ ഒന്നുമല്ല. ആരെയും കളിയാക്കാൻ കിട്ടാമല്ലോ കേട്ടോ. അപ്പോൾ രായപ്പൻ തെങ്ങുമൂട് എന്നുള്ള ഒരു പേരിൽ നമ്മളകത്തേക്ക് കയറുകയാണ്. ഇപ്പോൾ എൻ്റെ ഫാനിൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാം. ഫാൻ ഇടാൻ പറ്റത്തില്ല, ഒടുക്കത്തെ ചൂടാണ് അവിടെ. അതുകൊണ്ട് നമുക്ക് ആ ചൂട് കാരണം ഫാൻ ഇടാതെ നമുക്കൊരു പരിപാടി നടക്കത്തില്ല. നമ്മൾ ലോഡ് ചെയ്ത് അത് തീർന്നുണ്ട്. എന്തെങ്കിലും സൗണ്ട് കേൾക്കാത്തൊരു വിഷയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. നമുക്കത് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. എന്താണ് കണക്ഷൻ ഓഫ് ദി ഗെയിം സെർവർ ലോസ്റ്റ് എന്ന് പറഞ്ഞുള്ളൊരു മെസ്സേജ് വന്നത്. അത് കാര്യമൊന്നുമില്ല, നമുക്ക് കയറി നോക്കാം. ഒന്നും പ്രശ്നമൊന്നുമില്ല. ഓൺലൈൻ ഗെയിമുണ്ട്, സിംഗിൾ ഗെയിമുണ്ട്, റോൾ പ്ലേ നമുക്ക് കമ്മിങ് സൂണാണ്. ഇതുവരെ എത്തിയിട്ടില്ല. റോൾ പ്ലേ നമുക്കറിയാമല്ലോ, നമ്മൾ ഓൺലൈനിൽ പലരുടെയും ഗെയിമുണ്ട്. അതുപോലത്തെ റോൾ പ്ലേ രണ്ടെണ്ണമുണ്ട്. സർവൈവൽ ഗെയിമുണ്ട്, ബാറ്റിൽ റോയലുണ്ട്. അതൊന്നും ഓപ്പൺ ആയിട്ടില്ല. ജസ്റ്റ് ഗെയിം തുടങ്ങുന്നുള്ളൂ. ഞാൻ തന്നെ ഫസ്റ്റ് കളിക്കാൻ ഞാൻ കളിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് ഇതെല്ലാം ഓപ്പൺ ആയിട്ടില്ല. എല്ലാം ഫർദർ കളിയിലേക്ക് ഓപ്പൺ ആയി വരത്തുള്ളൂ. അപ്പോൾ രായപ്പൻ തെങ്ങുമൂട് ആദ്യമായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് കിടക്കുകയാണ്. എന്താണ് പരിപാടി നോക്കാം. ഹെലികോപ്റ്ററൊക്കെ ഉള്ളത് വലിയ സിറ്റിയാണ്. ആ സിറ്റിയിലേക്ക് രായപ്പൻ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇത് ലോഡിങ് തന്നെയല്ലോ ദൈവമേ. ഒരു തടിയോടെ പോകേണ്ട എന്തോ പരിപാടി നടത്തില്ല. എങ്ങോട്ട് പോകണമെന്നോ അവിടെ ഒരു ഐക്കൺ കാണിക്കുന്നുണ്ട്. പോയത് ടാപ്പ് ടു ടോക്ക് ദ ക്യാരക്ടർ. ഓക്കെ, അവർ തമ്മിൽ എന്തൊക്കെയോ വലിയ കോൺവേഴ്സേഷൻ നടക്കുന്നുണ്ട്. പോലീസ് ടേൺ എ ബ്ലൈൻഡ് ഐ ടു ദിസ്. പോലീസ് ഇത് കാര്യമാക്കത്തില്ലെന്ന്. അതിപ്പോഴത്തെ ഒരു രീതി പോലെ തന്നെ. അത് കാര്യമൊന്നുമില്ല. എന്താണ് ഐ ഹേർഡ് ദാറ്റ് പോലീസ് എന്ന കാര്യം അയച്ചു തീർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അമേരിക്കപ്പെടില്ല, നമുക്ക് അടക്കത്തില്ല. കാസ്റ്റില എന്നാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ പേര്. ആ ഒരു ഓറഞ്ച് ഡ്രസ് ഇട്ട വലിയ ക്യാരക്ടറിൻ്റെ പേര്. നമ്മൾ ആദ്യം ബേസ്ബോൾ ബോറ്റൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് വേണം പരിപാടി നടത്താനായിട്ട്. നമുക്ക് ഫസ്റ്റ് മിഷൻ കിട്ടുന്നുണ്ട്. പുറത്തേക്ക് പോകാനാണ്. ഓക്കെ, എന്തായാലും പോകാനുള്ള വഴിയെ കാണിച്ചു തരുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പെട്ടുപോനെ. മറ്റൊരു ഗെയിമിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ,
തെക്ക് വടക്കറിയാതെ നടന്നത്. എന്തിനും വഴിയെ കാണിച്ചു തരുന്നുണ്ട്. എന്താണ് ഗോ ടു ATM. ATMിലേക്ക് പോകാം. ATMിലെത്തി വിഡ്രോ മണി ഫ്രം ദി ATMിൽ നിന്ന് മണി എടുക്കാൻ. പൈസ എടുക്കുന്നതിന് ഇത്രയും ആൾക്കാരാണ്. അത് കൊള്ളാം. പൈസ എടുക്കുന്നതിന് മുമ്പ് നാട തന്നെ കൊടുക്ക് തലയടിച്ച് പൊട്ടിക്കുന്നതിൻ്റെ ഒറ്റയടിക്ക് വീഴുന്ന നല്ല മനുഷ്യരാണ്. ഞാൻ 3 അടിച്ചാലും 3 വീണു. എന്തായാലും കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ആവശ്യം അടി കൊണ്ടുണ്ട്. മെഡിസിൻ കിറ്റ് എടുത്ത് നമുക്ക് പോയി നോക്കാം. ATMിൽ നിന്ന് പൈസ എടുക്കാൻ ഇത്ര പ്രശ്നമാണെങ്കിൽ ഈ ഏരിയയിൽ എന്ത് പ്രശ്നമായിരിക്കും എൻ്റെ ദൈവമേ. അവർ വെസ്റ്റും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെയും കാണിക്കുന്നുണ്ട് വഴി തിരിച്ചു പോകാനായിരിക്കും. അവിടെ എന്തത്? ഒന്നുമില്ല. വിട്ടോ. പൈസ കിട്ടാനുള്ള വകുപ്പൊന്നുമില്ല. ഇപ്പം നിൽക്കാൻ പോടേ. അപ്പം നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് എന്താണ് ടോക്ക് ടു കാസ്റ്റില്ല. അപ്പോൾ അയാളോട് തിരിച്ച് സംസാരിക്കാം. ഈ ഇടിയും കൊണ്ട് പൈസ എടുത്ത് അയച്ചു കൊടുക്കാനായിരിക്കും പരിപാടി. കയറി അങ്ങോട്ട് കയറി. ഇവിടെ തെക്കോടെ കിടക്കാം, അങ്ങോട്ട് കയറോ. പിന്നല്ല പൈസ എടുക്കാൻ പറഞ്ഞാൽ പിന്നെ പൈസ എടുക്കാൻ പറ്റത്തില്ലേ. യു നീഡ് ടു ബെറ്റർ ആംഡ്. നമ്മുടെ കയ്യിലേക്ക് സാധനം പോരാന്ന്. സ്റ്റോറെടുത്തിട്ട് തോക്കെടുക്കാനുള്ള പരിപാടിയായിരിക്കും. അതിനാണ് ഈ ചെറിയ മനുഷ്യൻ നമ്മളോട് പറയുന്നത്. ടാപ്പ് ടു ഓപ്പൺ കാറ്റഗറി. നമ്മുടെ അവിടെ ഇത് നമ്മുടെ പബ്ജിയിൽ എന്തിൻ്റെ പേര്, സ്കാറലല്ലേ, സ്കാറൽ. അതെടുക്കാനാണ്. പൈസ അവർ തരുമോ? ബൈ. സ്കാറൽ തന്നെ ആണ്ട, സ്കാറൽ തന്നെ ബൈ. കാശ് കൊടുത്ത് സാധനം മേടിക്കുന്നൊരു പരിപാടിയില്ല. അവൻ മേടിച്ചു വന്നാലും ഇല്ല. അതുകൊണ്ട് പൈസ അവന്മാർ വന്നാൽ നമുക്ക് മേടിക്കാം. മിഷൻ റിസീവ്ഡ്. ഓക്കെ, ഫസ്റ്റ് പീസ്. ഒരു ഗണ്ണ് കിട്ടുന്നുണ്ട് അവൻ തന്നുകൊണ്ട്. ഈ അവസാനം വരെ ഈ ഗണ്ണ് തന്നെ ഉപയോഗിക്കും. വേറെ ഗണ്ണ് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു പരിപാടിയും നമ്മളില്ല. പബ്ജിയിൽ മേടിച്ചില്ല. പിന്നാണ് ഇവന്മാറിയില്ല. എന്തൊക്കെയോ ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. കെ എന്നുള്ള മാലയിട്ടവൻ അവൻ്റെ ശരീരത്തെ പറ്റി പറഞ്ഞാൽ നമ്മളിനി പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയാലും അവിടെ ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, ഗോൾഡ് കോയിൻ കളക്ടർ അടുത്ത മിഷനാണ്. നമ്മളടുത്ത മിഷനിലേക്ക് പോകണം. യു ലെവൽ റീച്ച് 3. ലെവൽ 3 ആയി നമ്മൾ. അടിപൊളി. നേരത്തെ നമുക്ക് വഴിയെ കാണിച്ച് വഴിയുണ്ടോ എന്താണ്? ഗെറ്റ് ഇൻ ദ കാർ. ഓക്കെ, കാർ കയറാൻ. അപ്പുറത്തൂടെ കണ്ട വരണ്ട കേട്ടോ. അതുകൊണ്ട് ഡയറക്ഷൻ കാണിച്ചത്. അതുകൊണ്ട് എനിക്ക് വഴി കാണിക്കാതെ എനിക്ക് തോന്നിയ വഴി വന്നുകൊണ്ടാണ്. എൻ്റെ പൊന്നി, തെക്ക് മടക്ക് നേരെ ഓടിച്ച് പോടാ. കാറെടുത്ത് പോകുന്ന പരിപാടിയാണ്. നമുക്ക് അവിടെ പോകേണ്ട സ്ഥലം ഐക്കണി കാണിക്കുന്നുണ്ട്. നീ അവിടെ ഞങ്ങൾ പോയിട്ടെ. തെങ്ങുമണേക്കളൊക്കെ പോയിട്ടുണ്ട്. ഒരു പഞ്ചായത്ത് സമ്മേളനത്തിൽ ആൾക്കാരുണ്ട്. ഇവന്മാരെ എല്ലാം നമ്മൾ അടിച്ചു കൊണ്ടുവരും. കണ്ടാ അറിയാം. നമ്മളന്ന് ഇപ്പം ഉണ്ടാറ് അടികൊള്ളാനുള്ള അമ്മ. നമ്മുടെ സിനിമയിലൊക്കെ വില്ലന്മാർ കണ്ടില്ലമ്മോ, ലാലേട്ടൻ വരുമ്പോൾ അടി കൊള്ളാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടാവും. ആ ടീമിലുള്ള ആൾക്കാരവന്മാർ. പിന്നെ പ്രശ്നമാണ് വന്നിറങ്ങുന്ന പടി തുടങ്ങി. 1 2 3 പൊന്നി 4 5. ഇതെവിടെ ഇവരേതാ? 6. എടാ സമാൻ തട. ഇനിയും വന്നു. അവൻ ചത്തവൻ ജീവിച്ചു വന്നാ. എടാ തെങ്ങ് പോലെ ഒന്ന് മറയ്ക്കാണ്ട് തീരുന്നില്ലേ? എൻ്റെ പൊന്ന് 9. എൻ്റെ പൊന്ന് കൂട്ടുകാരായി പഞ്ചായത്ത് മുഴുവൻ ആൾക്കാരെ കാണിച്ചപ്പോൾ ഇത്ര പേരില്ലായിരുന്നല്ലോ. 9. എടാ പണി പാളിയെന്നാ തോന്നുന്നു കേട്ടോ. പിന്നെ 3 പേര് 4 പേര്. എൻ്റെ ദൈവമേ, അവിടെ നോക്കാം. അതാവുമ്പോൾ മെഡിസിൻ കിറ്റ് അടുത്തുണ്ട്. 10 11 12 കൊടുത്തുണ്ടായിരുന്നില്ല. അവിടെ പോയി. അവനെ കാണുന്നില്ലല്ലോ. അത്രയ്ക്ക് പോയി. ആവശ്യകാലത്തൊക്കെ ഉണ്ട്. എന്തോ ഒരു ഐക്കും കാണിക്കുന്നുണ്ട്. റീച്ച് ഡെസ്റ്റിനേഷനിൽ പോകാൻ. വണ്ടി അടിച്ച് അടവണ്ടാരം കളഞ്ഞില്ലേ അങ്ങോട്ട് പോകാൻ. വണ്ടിക്ക് ഇത് പുകയൊന്നുമില്ല. എന്തെങ്കിലും കുഴപ്പമില്ല, പോയി നോക്കാം. റിവേഴ്സ്. വഴി കാണിക്കുന്നുണ്ട്. ആ വഴി വിട്ടു നോക്ക്.
ഇവിടേക്ക് പോകാതെ നേരെ പോടാ, വഴി നിന്ന് മറ. ആ നേരെ പോട്ടെ. ഇതിനകത്ത് വണ്ടി ഓടിച്ചാൽ ലോകത്ത് എവിടെയും വണ്ടി ഓടിക്കും, ഒരു കുഴപ്പമില്ല. ആ പഞ്ചായത്ത് കയറ്റി നിർത്തി അതിനകത്തോട്ട്. ആ ഇറങ്ങി വാ. അകത്ത് ആരാണാവോ. ഇവൻ ഇവിടെ നിന്ന് ഓർഡർ ഇട്ടാൽ മതിയല്ലോ. നമ്മൾ കൊണ്ട് 10-25 പേര് വെടി കൊണ്ടിട്ടാണ് ആരാണ്ട് 11 പേരെ കൊന്നത്. ആ സുഖം. ഈ ഓറഞ്ച് അവൻ്റെ ക്യാരക്ടർ കിട്ടിയാൽ മതി. ഒരിടത്തുനിന്ന് കാര്യം പറഞ്ഞാൽ മതി, വേറെ പരിപാടിയൊന്നുമില്ല. എന്തൊക്കെയാണ് യേശുദാസ് എന്താ പറയുന്നത്? ദീസ് ഹാഡീസ് എന്ത് നൗ യു നീഡ് എ ഗുഡ് കാർ. ആ അത് കൊള്ളാം. തന്ന കാറ് വെടിവെച്ച് അവൻ പറമ്പാക്കി. ഇനിയിപ്പം വേറെ കാറ് മേടിക്കാമെന്ന്. കാശ് കൊടുക്കാനുള്ള പണിയാതെ നടക്കത്തില്ല. നീ കാശ് നമ്മൾ മേടിക്കും. 30 എന്തോ സാധനം കൊടുത്ത് മേടിക്കാനാണ് ബൈക്ക്. ആ അവന്മാർ കാശ് തന്ന് നമ്മളൊരു കറുത്ത കാറ് മേടിച്ചിട്ടുണ്ട്. മിഷൻ സക്സസ്. പിന്നല്ല, അല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് കാറല്ല ഒരു പൂമ്പാറ്റ പോലും ഞാൻ മേടിക്കത്തില്ല. അതിനുള്ള ഒന്നും ഈ ഗെയിമില്ല. ഇതെന്താ ഇത്? ഈ മത്തങ്ങ എന്ത് പരിപാടി? ഹാലോവിൻ ഇതെന്തോ പരിപാടിയാണ്. യുവർ റിവാർഡ്. ആ ഓക്കെ, ലെവൽ 5. അങ്ങോട്ട് പോയ 3 തിരിച്ചു വന്ന 5. കൊള്ളാം. ന്യൂ ആക്ടിവിറ്റി. എന്തൊരു പുതിയ ആക്ടിവിറ്റി ഓണായിട്ടുണ്ട്. പുള്ളിക്കാരൻ അതിനെപ്പറ്റിയാണ് പറയുന്നത്. ആ പിന്നല്ല, ഇതെങ്ങനെയാലും ചെയ്തല്ലേ പറ്റൂ. ഒന്നും പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. സ്കിപ്പ് അടിച്ച് പോയാലും കുഴപ്പമില്ല. ബാക്കി നമുക്ക് വരാത്ത കാണാം. ക്ലബിലും കണ്ട് പോകാനൊക്കെയാണ് പറയുന്നത്. ഞാനൊന്നും വായിച്ചു നോക്കുന്നില്ല, ഉള്ള കാര്യം പറയാമല്ലോ. ആ അത് കൊള്ളാം, സ്റ്റോറി പോകാൻ. ഓ ഉടുപ്പെടുക്കണം പോലും. നമ്മൾ കയറുന്നിടത്ത് പ്രത്യേക ഉടുപ്പൊക്കെ ഉണ്ട്. ആ ഉടുപ്പൊക്കെ എടുത്തേ പോകാൻ പറ്റുന്നുണ്ട്. ആ ഇതെന്താ ഇത്? ഹിറ്റ്മാൻ ഉടുപ്പ്. ആ ആ കൊള്ളാം. വെള്ളത്തടി പോകാൻ ഈ പന്ന തടീനെ കൊണ്ട് ഞാൻ തോറ്റു കേട്ടോ. എന്തായാലും മതി, ഇതിനേക്കുള്ള കൂടുതൽ എനിക്കൊന്നും വയ്യ. എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.